നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. ദക്ഷിണേന്ത്യയിൽ BJP-യുടെ സംസ്ഥാന നേതൃത്വങ്ങൾക്കെതിരെയുള്ള ചടുലമായ നീക്കങ്ങളാണ് ഇപ്പോൾ നിതിൻ നബീൻ അധ്യക്ഷനായ BJP-യുടെ ദേശീയ കോർ കമ്മിറ്റി അഴിച്ചുവിടാൻ ശ്രമിക്കുന്നത്. കേരളത്തിലും തമിഴ്നാട്ടിലും കർണാടകയിലും അതുപോലെ തന്നെ തെലങ്കാനയിലുമൊന്നും ഉദ്ദേശിച്ച രീതിയിലുള്ള വളർച്ചയില്ല എന്ന് BJP നേതൃത്വത്തിന് നന്നായി അറിയാം. അതിൽ ഏറ്റവും ശക്തമായ തിരിച്ചടി കൃത്യമായും ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ തന്നെ ഉണ്ടാകുന്നത് എന്തുകൊണ്ട്? നിരവധിയായ പഠനങ്ങൾ നടത്തുന്നു. ഒന്ന് എന്ന് പറയുന്നത് അവരുടെ എഡ്യൂക്കേഷൻ ലിറ്ററസി അധികമായതുകൊണ്ട് തന്നെ അവർക്ക് ചിന്താശേഷി കൂടുതലാണ്. അവർക്ക് സംഘപരിവാറിൻ്റെ ഹിഡൻ അജണ്ടകൾ വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നു. അതുകൊണ്ട് തന്നെ BJP-യുടെ വെറും അതര വ്യായാമങ്ങളെ അവർ തള്ളിക്കളയുന്നു. പൊള്ളയായ വാഗ്ദാനങ്ങളെ അവർ അംഗീകരിക്കാതിരിക്കാൻ പരമാവധി ശ്രമിക്കുന്നു. നമുക്ക് തമിഴ്നാട് ഒരു പുതിയ ഭാഗ്യപരീക്ഷണത്തിന് വരെ നിന്നു. അവിടെ തമിഴക വെട്രിക്കഴകത്തിനെ ജയിപ്പിക്കുമ്പോഴും BJP-യെ നിലം തൊടിയിക്കുന്നില്ല, അടുപ്പിക്കുന്നില്ല. അന്നാമലെ BJP അംഗത്വം വരെ രാജിവെച്ച് BJP-യുമായി ഇനി സഹകരിച്ച് മുന്നോട്ട് പോയാൽ തൻ്റെ ഭാവിക്കത് ആപത്താണ് എന്ന് മനസ്സിലാക്കി BJP നേതാക്കളെ ഒരു പരിധി വരെ വെറുപ്പിക്കാതെ അവരെല്ലാം നല്ലവരാണ് എന്നൊക്കെ പറഞ്ഞ് അന്നാമലെ തടി തപ്പുകയാണ്. ഇത് തന്നെയാണ് കർണാടകയിലുള്ള പല BJP നേതാക്കളും നടത്തുന്നത്. ഇടക്കാലത്ത് BJP-യുടെ മുൻ മുഖ്യമന്ത്രിയായിരുന്ന ജഗദീഷ് ഷട്ടാർ വരെ കോൺഗ്രസിലേക്ക് എത്തി. പക്ഷെ കോൺഗ്രസിൽ നിന്ന് മത്സരിച്ച് ഹൂബള്ളി ധർവാഡ് നിയോജക മണ്ഡലത്തിൽ അദ്ദേഹം പരാജിതനായപ്പോഴാണ് പിന്നീട് വീണ്ടും BJP-യിലേക്ക് എത്തിച്ചേർന്നത്. ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇനി BJP-യുമായി സഖ്യം ചേർന്നോ BJP-യുമായി സഹകരിച്ചതുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയില്ലെന്ന് ദേവഗൗഡയ്ക്ക് വരെ നന്നായി കൃത്യമായി അറിയാം. തൻ്റെ മകന് ലോട്ടറി അടിച്ചതുപോലെ ഒരു കേന്ദ്രമന്ത്രി സ്ഥാനം താൽക്കാലികമായി കിട്ടിയതൊഴിച്ചാൽ BJP-യുമായി ചേർന്ന് പ്രവർത്തിക്കുന്നതുകൊണ്ട് കർണാടകയിലെ ബേസ് വോട്ടുകൾ കൃത്യമായി JDS-ലേക്ക് എത്തില്ല. JDS-ന്റെ മതേതര നിലപാടുകൾ പരിപൂർണമായി വർഗീയവൽക്കരിക്കപ്പെടുന്നു എന്നുള്ള തിരിച്ചറിവും ഉണ്ട്. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഇനി BJP-ക്ക് പ്രതീക്ഷയില്ല എന്നുള്ളത് അടിമുടി തിരിച്ചറിഞ്ഞിരിക്കുന്ന സാഹചര്യമാണ്. അവർ ബംഗാളോ അല്ലെങ്കിൽ ബീഹാറോ ഒക്കെ അധികാരം പിടിച്ചെടുക്കാൻ വേണ്ടി കളിക്കുന്ന കളികളൊക്കെ വർഷങ്ങളായി ഈ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ മാറിയും തിരിഞ്ഞും ഉപയോഗിച്ചുകൊണ്ടേയിരിക്കുകയാണ്. പക്ഷേ അതൊന്നും ഗതി പിടിക്കുന്നില്ല, അതൊന്നും ഓൺ ടാർഗറ്റിലേക്ക് എത്തുന്നില്ല എന്നത് അവരെ ജനങ്ങൾ തിരിച്ചറിഞ്ഞ് അവരുടെ മുഖം മൂടി ജനങ്ങൾ അത് വലിച്ചെടുത്ത് കൃത്യമായി കായലിൽ തള്ളിക്കളയുന്നതുകൊണ്ടാണ് എന്നുള്ള തിരിച്ചറിവ് അവരുടെ നേതാക്കൾക്ക് നന്നായി ഉണ്ട്. വലിയ മുന്തിയ ഓഫീസും കുറേയധികം പ്രവർത്തനങ്ങളും നടത്തിയതുകൊണ്ട് ചിലപ്പോൾ ഒരു കോർപ്പറേഷനോ ഒരു വാർഡോ അധികം ജയിക്കാമായിരിക്കാം എന്നതൊഴിച്ചാൽ ആ സംസ്ഥാന ഭരണചക്രത്തിൽ കാര്യമായ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയില്ല.